ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി TB21 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ബോർഡാണ്. ഇത് 2.1 ചാനലാണ് വരുന്നത്. നമുക്ക് 50 വാട്ട്സിന് 2 സ്പീക്കർ 100 വാട്ട്സിന്റെ സബ് വൂഫറാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി വില കുറഞ്ഞ ആംപ്ലിഫയർ ബോർഡ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിനെക്കാട്ടി വില കുറഞ്ഞ ഒരു ആംപ്ലിഫയർ ബോർഡാണ് AP55 എന്ന് പറഞ്ഞ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ്. ഇതിനകത്ത് 50 വാട്ട്സിന്റെ 2 സ്പീക്കർ സപ്പോർട്ട് ചെയ്യും. 12 മുതൽ 24 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു LCD ഡിസ്പ്ലേയോടെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, AUX സപ്പോർട്ട്, അതുകൊണ്ട് ബ്ലൂടൂത്തിന്റെ സപ്പോർട്ട് ഉള്ള ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ ബോർഡാണിത്. കൂടാതെ ഇതിനകത്ത് ഒരു റിമോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഇതിനകത്ത് FM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഏതൊരാൾക്ക് ഇത് പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്തെടുക്കാനും പറ്റും. ഇത് ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഈ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് വരുന്നത്. കൂടാതെ ഇതിനകത്ത് റിമോട്ടും പിന്നെ ഇതിന്റെ കണക്റ്റിംഗ് കേബിളും കിടപ്പുണ്ട്. ഈ കാണുന്ന 3 പോയിന്റിലാണ് നമ്മൾ ഈ പിന്നുകൾ കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ക്യാപ്പ് നമുക്ക് ആദ്യം ഊരിയെടുക്കാം. 3ന്റെയും ക്യാപ്പ്. എന്നിട്ട് നമ്മൾ തൊട്ട് പുറകിലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു പിന്നിലാണ് നമ്മൾ ഇതിന്റെ പവർ കൊടുക്കുന്നത്. 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ നമ്മൾ ഈ ഒരു ബോർഡിൽ സപ്പോർട്ട് ചെയ്യും. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന റൈറ്റിലോട്ടുള്ള സ്പീക്കറിന്റെ പോയിന്റ് ആണ്. ഇങ്ങനെ അറ്റത്ത് കാണുന്നത് ലെഫ്റ്റിലോട്ടുള്ള സ്പീക്കറിന്റെ പോയിന്റുമാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നിന്റെ ഈ ഒരു വെട്ടുള്ള ഭാഗം നമുക്ക് ഇതിന്റെ പുറകോട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പിന്ന് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ഒരു 3 പിന്നുകളും കണക്ട് ചെയ്യാം. അങ്ങനെ 3 പിന്നുകളും ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ പവറിനായിട്ട് ഉപയോഗിക്കുന്നത് 12 വോൾട്ട് 5 ആംപിയർ എന്ന ഈ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിന്റെ ഇവ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് റെഡും ബ്ലാക്കും 2 വയർ കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പൻലൈക്കളായിരിക്കാൻ വേണ്ടി ഞാൻ ഇത് കണക്ക് ഒരു ഫീമെയിൽ സോക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ ഫീമെയിൽ സോക്കറ്റ് നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതിയാകും. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട് എടുത്താൽ മതി. ഈ ഫീമെയിൽ സോക്കറ്റിന്റെ പോസിറ്റീവ് ലൈൻ വരുന്നത് ഈ ഒരു വലിയ പ്ലേറ്റിലാണ്. നെഗറ്റീവ് ലൈൻ വരുന്നത് ഈ അറ്റത്തുള്ളതാണ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഇത് ഊരിയിട്ട് ഇതിനകത്തോട്ട് നോക്കാൻ നേരത്ത് ഒരു ചെറിയ പ്ലേറ്റ് തള്ളിയിരിക്കുന്ന കാണാൻ പറ്റും. ആ പ്ലേറ്റിന് നേരെ വരുന്ന ഭാഗമാണ് ഇതിന്റെ നെഗറ്റീവ് ലൈന്. മറ്റേ ഈ വലുത് ഇതിന്റെ പോസിറ്റീവ് ലൈനുമാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ബോർഡിന്റെ പവർ വരുന്ന ഈ വയറിലോട്ട് നമുക്ക് ഈ ഒരു പിന്ന് കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു പിന്ന് ഞാൻ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 40 വാട്ട്സിന്റെ 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിന്റെ സ്പീക്കർ വയറിലോട്ടും കണക്ട് ചെയ്യാം. ആംപ്ലിഫയർ ബോർഡിന്റെ ലെഫ്റ്റിലോട്ടുള്ള 2 വയറിൽ നമുക്ക് സ്പീക്കറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലോട്ടുള്ള സ്പീക്കർ കണക്ട് ചെയ്ത് ഇൻസുലേഷനോട് ചെയ്തെടുക്കാം. സ്പീക്കർ വയർ കൊടുത്ത ശേഷം നമുക്ക് ഇതിന്റെ പവറോടെ കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഓണായി. നമുക്കിനി ഒരു മോഡിന്റെ സ്വിച്ച് ആക്കിക്കൊണ്ട് ഇതിന്റെ ഓപ്ഷനുകൾ മാറ്റാൻ പറ്റും. കേട്ടില്ല? ഇനി നമുക്ക് ഇതിലോട്ടൊരു ഫോൺ കണക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കണക്ട് ആയത്. ഓക്കെ, ഞാൻ ഒരു സോങ് പ്ലേ ചെയ്യാൻ പോണേ. വോളിയം കൂട്ടാം. മാക്സിമം വോളിയം വരുന്നത്. നല്ല ഔട്ടുണ്ട്. ഈ ഒരു കുഞ്ഞൻ ബോർഡിനകത്ത് എനിക്ക് നല്ലൊരു ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ വോളിയം വെക്കാൻ നേരത്ത് എൻ്റെ സ്പീക്കർ പതറുന്നുണ്ട്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 50 വാട്ട്സിന്റെ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. ഇത് 40 വാട്ട്സിന്റെ സ്പീക്കറാണ് എൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്പീക്കറിന് പതറിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു ബോർഡ് ആണെങ്കിലും നമുക്ക് നല്ലൊരു ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് മേടിക്കാനായാലും അതുകൊണ്ട് നമ്മുടെ TB21 ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് മേടിക്കാനായാലും നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും.